ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ഷാലിമ. അപ്പൊ കഴിഞ്ഞ UP പരീക്ഷയൊക്കെ കഴിഞ്ഞ് എല്ലാവരും നല്ല വിഷമത്തിലൊക്കെ ആയിരിക്കും അല്ലെ. കുറെ പേരൊക്കെ നല്ല രീതിയിൽ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി എന്ത് ചെയ്യും, ഇത്രയും നാൾ പഠിച്ചുകൊണ്ടിരുന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മുടെ മുന്നിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് അല്ലെ. അപ്പൊ HSC ഒക്കെ ഉടനെ തന്നെ വിളിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ അതിനുവേണ്ടി എല്ലാവരും എന്ത് ചെയ്യാം, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിക്ക് HSC സോഷ്യൽ സയൻസുകാരോട് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, നമ്മൾ UPക്കൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് എല്ലാ സബ്ജക്റ്റും പഠിക്കണം, മാത്സ് പഠിക്കണം, സയൻസ് പഠിക്കണം, എല്ലാം പഠിക്കണം അല്ലെ. പക്ഷെ നമ്മുടെ സോഷ്യൽ സയൻസ് ആണെങ്കിൽ HSC ഒക്കെ ആണെങ്കിൽ എന്താണ്, നമുക്ക് ഹൈസ്കൂളിൽ പഠിപ്പിച്ചാൽ മതി, അവിടെ എന്ത് പഠിപ്പിച്ചാൽ മതി, നമ്മുടെ സബ്ജക്റ്റ് പഠിപ്പിച്ചാൽ മതി, അതുപോലെ നമ്മുടെ സബ്ജക്റ്റ് മാത്രം പഠിച്ചാൽ മതി എക്സാമിന്. അപ്പോൾ മാത്സ് ഒക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരായിരിക്കും സോഷ്യൽ സയൻസ്. അപ്പോൾ എന്ത് ചെയ്യണം, എല്ലാവരും നല്ല രീതിയിൽ ഈ ഒരു എക്സാമിന് വേണ്ടി, നമ്മുടെ HSC സോഷ്യൽ സയൻസിന് വേണ്ടി ഫോക്കസ് ചെയ്ത് നന്നായിട്ട് പഠിക്കുക. UP അപേക്ഷിച്ച് HSCയുടെ പ്രത്യേകത എന്താ, നല്ല റാങ്കിൽ വന്നാൽ മാത്രമേ നമുക്ക് ജോലി കിട്ടുള്ളൂ. അപ്പൊ റാങ്ക് ലിസ്റ്റിൽ എവിടെയെങ്കിലും ഒന്ന് കിടന്നിട്ട് ജോലി കിട്ടില്ല, റാങ്ക് ലിസ്റ്റിൽ ഉണ്ടെന്ന് പറയാം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്താണ്, ഈച്ച് ആൻഡ് എവറി പോയിന്റ് നല്ല രീതിയിൽ പഠിക്കുക. പ്രീവിയസ് ഇയറിനെ അപേക്ഷിച്ച് ഒത്തിരി വ്യത്യാസം ഉണ്ടാവും, PSC പാറ്റേൺ ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് നല്ല റാങ്ക് വാങ്ങിച്ച് ജോലി പ്രവേശിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ പ്രീവിയസ് ഇയർ HSC സോഷ്യൽ സയൻസിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോ നമുക്കറിയാം നമ്മുടെ സബ്ജക്റ്റിൽ, നമ്മുടെ സിലബസിൽ എന്തുണ്ട്, നമുക്ക് വേൾഡ് ഹിസ്റ്ററി ഉണ്ട് അല്ലെ. അപ്പൊ അതിൽ തന്നെ പറഞ്ഞിരിക്കുന്നതാണ് ഫ്രഞ്ച് വിപ്ലവം. അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ ഈ ഒരു പാറ്റേണിൽ ആയിരിക്കില്ല നമുക്ക് അടുത്ത എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുക, കാരണം എന്താണെന്ന് വെച്ചാൽ PSC പാറ്റേൺ മാറിയിട്ടുണ്ട്. അപ്പൊ ഇത് വലിയ ടഫായിട്ട് തോന്നുന്നില്ല. ഈ ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പൊ എന്താ ക്വസ്റ്റ്യൻ, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് 1789 ജൂൺ 20 നടന്ന സംഭവം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് നമുക്ക് സോഷ്യൽ സയൻസുകാർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും അല്ലെ. ഏതാണ് 1789 ജൂൺ 20 നടന്ന സംഭവം ഏതാണ്, നമ്മുടെ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയാണ് അല്ലെ. അപ്പം ഏത് വർഷമാണ് ഫ്രഞ്ച് റെവല്യൂഷൻ, 1789 ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത്. അപ്പോൾ ഫ്രാൻസിൽ നല്ല അസമത്വവും പട്ടിണിയും ഒക്കെ നിലനിരുന്ന ആ ഒരു സമയത്താണ് ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത്. അപ്പോൾ ഈ ഫ്രാൻസിലെ സമൂഹത്തെ, ഫ്രഞ്ച് സമൂഹത്തെ എങ്ങനെയാണ് തിരിച്ചിരുന്നത്, എത്രയായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു, 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലെ. 3 എസ്റ്റേറ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു, 3 എസ്റ്റേറ്റുകൾ. ഒന്നാമത്തെ എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്ന ആരാണ്, പുരോഹിതന്മാരാണ്. ഒന്നാമത്തെ എസ്റ്റേറ്റില് പുരോഹിതന്മാർ. രണ്ടാമത് ആരാണ്, പ്രഭുക്കന്മാരാണ് അല്ലെ. രണ്ടാമത്തെ എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത് പ്രഭുക്കന്മാർ. മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ആരാണ്, കോമൺസ് എന്നറിയപ്പെടുന്ന സാധാരണക്കാരാണ് മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഏറ്റവും ഉന്നത സ്ഥാനീയരാണ് പുരോഹിതന്മാർ. അവര് രാജകീയമായ ജീവിതമാണ് നയിച്ചിരുന്നത്. അതുപോലെ തന്നെ അവർക്ക് എന്താണ്, അവരെ എല്ലാ നികുതി ഭാരത്തിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. അതുപോലെ രണ്ടാമത്തെ എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്ന പ്രഭുക്കന്മാരും രാജകീയ ജീവിതം തന്നെയാണ് നയിച്ചിരുന്നത്. അവർക്കും എന്താണ്, നികുതി ഒന്നും കൊടുക്കണ്ടായിരുന്നു. പിന്നെ എല്ലാ നികുതി ഭാരവും ആർക്കായിരുന്നു, നമ്മുടെ ഈ മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നവർക്കാണ്. മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ആരാണ്, കൃഷിക്കാരും കച്ചവടക്കാരും മാധ്യമ പ്രവർത്തകർ, അധ്യാപകർ, അങ്ങനെയുള്ള എല്ലാം മിഡിൽ ആയിട്ടുള്ളവരും എല്ലാവരും ആരാണ്, സാധാരണക്കാരാണ്. എല്ലാവരുമാണ് ഈ മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത്. അപ്പൊ എല്ലാ നികുതി ഭാരവും ഇവരാണ് ചുമന്നിരുന്നത്. ഇവര് ആർക്ക് കൊടുക്കണമായിരുന്നു നികുതി, ഗവൺമെന്റിന് നികുതി കൊടുക്കണം, രാജാവിന് നികുതി കൊടുക്കണമായിരുന്നു. അതുപോലെ ഈ പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ഒക്കെ ഇവര് നികുതി കൊടുക്കണമായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഈ ഫ്രാൻസ് ഭരിച്ചിരുന്ന ആ ഒരു രാജവംശം ആ രാജാക്കന്മാര് ഏത് പേരിൽ അറിയപ്പെടുന്നു, ലൂയി രാജാക്കന്മാരാണ് അല്ലെ. ലൂയി രാജാക്കന്മാർ. അപ്പൊ ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രാൻസ് ഭരിച്ച രാജാവ് ഏതായിരുന്നു, ലൂയി 16 അല്ലെ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുപ്രസിദ്ധയായ ഭാര്യയുടെ പേരെന്താണ്, മേരി അന്റോയിനെറ്റ്. മേരി അന്റോയിനെറ്റ് ആണ്. അവർ പറഞ്ഞാണ്, ഈ ഫ്രാൻസിൽ അസമത്വം നിലനിന്നിരുന്ന സമയത്ത്, ആളുകളൊക്കെ പട്ടിണിയിൽ മരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ മേരി അന്റോയിനെറ്റ് പറഞ്ഞ വാക്കാണ്, നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ, കേക്ക് തിന്നൂടെ. ഓക്കെ, അപ്പൊ ആ ഒരു ഇത് പറഞ്ഞ ആ ഒരു ഇതായിട്ടാണ് മേരി അന്റോയിനെറ്റ്. അതുപോലെ തന്നെ മേരി അന്റോയിനെറ്റിനെ വിശേഷിപ്പിക്കുന്നതാണ് സുന്ദരിയാണ് പക്ഷേ ശൂന്യമായ തലച്ചോറിന് ഉടമ എന്ന് വിശേഷിപ്പിക്കുന്ന ആരെയാണ്, മേരി അന്റോയിനെറ്റിനെയാണ്. അതുപോലെ ആ ഒരു സമയത്ത് ഫ്രാൻസിന്റെ ഈ രാജാക്കന്മാരുടെ അധികാര കേന്ദ്രമായിരുന്ന കൊട്ടാരം ഏതെന്ന് ചോദിച്ചാൽ ഏത് കൊട്ടാരമാണ്, വേഴ്സായിസ് കൊട്ടാരമാണ്. ഏതാണ്, വേഴ്സായിസ് കൊട്ടാരം. അതുപോലെ ഇവരുടെ രാജവംശം പറയുവാണെങ്കിൽ ഏത് രാജവംശത്തിലുള്ളവരാണ്, ബൂർബൺ രാജവംശത്തിലാണ് കേട്ടോ. ഇവരേതാണ്, ബൂർബൺ. ഓക്കെ, അപ്പൊ 1789 ജൂൺ 20 നടന്ന സംഭവമാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം.
നബാർഡ് രൂപീകരണത്തിലേക്ക് നയിച്ച CRAFICARD അതിന്റെ അധ്യക്ഷൻ ആരെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ നബാർഡിന്റെ രൂപീകരണത്തിലേക്ക് ശുപാർശ ചെയ്ത, നബാർഡിന്റെ രൂപീകരണത്തിന് വേണ്ടി ശുപാർശ ചെയ്ത കമ്മീഷന്റെ അധ്യക്ഷൻ ആരെന്നാണ് ക്വസ്റ്റ്യൻ. ആരാണ്? നബാർഡിന്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട കമ്മീഷൻ ആയതാണ് ശിവരാമൻ കമ്മീഷൻ ആണ് അല്ലെ. അപ്പൊ അധ്യക്ഷൻ ആരാണ്? ശിവരാമനാണ്, ബി ശിവരാമനാണ്. ഓക്കെ, നമുക്കറിയാം നബാർഡിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ ശിവരാമൻ കമ്മീഷൻ ആണ്. നബാർഡ് രൂപീകൃതമായ വർഷം ഏത് വർഷമാണ്? 1982 ജൂലൈ 12 നബാർഡ് രൂപീകൃതമായിരിക്കുന്നത്. അപ്പൊ നബാർഡിന്റെ ആസ്ഥാനം ചോദിച്ചാൽ എവിടെയാണ് നബാർഡിന്റെ ആസ്ഥാനം? മുംബൈയിലാണ് നബാർഡിന്റെ ആസ്ഥാനം. ശിവരാമൻ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് നബാർഡ് രൂപീകൃതമായിരിക്കുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നബാർഡ് എന്താണ്? ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് നബാർഡാണ്. ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ നബാർഡാണ്. പിന്നെന്താണ് ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം? കൃഷിക്കും ഗ്രാമവികസനത്തിന് വേണ്ടിയുള്ള നമ്മുടെ ഇന്ത്യയിലെ പരമോന്നത ബാങ്ക് ഏതെന്ന് ചോദിച്ചാൽ ഏത് ബാങ്കാണ്? നബാർഡാണ് അല്ലെ. എന്താണ്? കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ഇന്ത്യയിലെ പരമോന്നതമായ ബാങ്ക് ഏത് ബാങ്കാണ്? നബാർഡാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഓർത്തു വെക്കാം. നബാർഡ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം, എന്നാലും കുറച്ച് ഡീപ്പായുള്ള ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, നാണ്യപ്പെരുപ്പം നിയന്ത്രിക്കാൻ റിസർവ് ബാങ്കിന് ചെയ്യാവുന്ന ഒരു പ്രവർത്തനം. നാണ്യപ്പെരുപ്പം നിയന്ത്രിക്കാൻ റിസർവ് ബാങ്കിന് ചെയ്യാവുന്ന ഒരു പ്രവർത്തനം. അപ്പൊ റിപ്പോ നിരക്ക് വർദ്ധിപ്പിക്കൽ, നോട്ട് അച്ചടിച്ചിരിക്കൽ, റിപ്പോ നിരക്ക് കുറയ്ക്കൽ, റിവേഴ്സ് റിപ്പോ നിരക്ക് കുറയ്ക്കൽ. ഏതാണ്? നാണ്യപ്പെരുപ്പം നിയന്ത്രിക്കാൻ റിസർവ് ബാങ്കിന് ചെയ്യാവുന്ന പ്രവർത്തനം എന്താണ്? നമുക്ക് പണപ്പെരുപ്പ സമയത്ത് റിസർവ് ബാങ്ക് എന്ത് ചെയ്യുന്നു? റിപ്പോ നിരക്ക് വർദ്ധിപ്പിക്കുന്നു അല്ലെ. എന്ത് ചെയ്യുന്നു? റിപ്പോ നിരക്ക് വർദ്ധിപ്പിക്കലാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം നമ്മുടെ സെൻട്രൽ ബാങ്ക് ആണ് RBI എന്ന് വെച്ചാൽ ഏതാണ്? നമ്മുടെ സെൻട്രൽ ബാങ്ക് ആണ് RBI. ഏത് വർഷമാണ് RBI രൂപീകൃതമായിരിക്കുന്നത്? 1935 RBI രൂപീകൃതമായിരിക്കുന്നത് അല്ലെ. അപ്പൊ RBIയുടെ ധർമ്മങ്ങൾ ചോദിച്ചാൽ എന്തൊക്കെയാണ് RBIയുടെ ധർമ്മങ്ങൾ? നോട്ട് അച്ചടിച്ചിറക്കൽ RBIയുടെ ധർമ്മമാണ്, നോട്ട് അച്ചടിച്ചിറക്കൽ. അതുപോലെ എന്താണ്? വായ്പകൾ നിയന്ത്രിക്കൽ, വായ്പകളുടെ നിയന്ത്രകൻ ആരാണ്? വായ്പകൾ നിയന്ത്രിക്കുന്നത് RBI ആണ്. എന്ന് വെച്ചാൽ പണപ്പെരുപ്പ സമയത്ത് പണപ്പെരുപ്പത്തെയും പണച്ചുരുക്കത്തെയും ഒക്കെ നിയന്ത്രിക്കുന്ന ആരാണ്? RBI ആണ് അല്ലെ. പണപ്പെരുപ്പ സമയത്ത് RBI എന്ത് ചെയ്യുന്നു? ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയും പണച്ചുരുക്ക സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചും എന്ത് ചെയ്യുന്നു? RBI നമ്മുടെ സാമ്പത്തിക സ്ഥിതി നിയന്ത്രിക്കുന്നു അല്ലെ. അതുപോലെ തന്നെ എന്താണ് RBI ചെയ്യുന്നതാണ്. അപ്പൊ റിപ്പോ റേറ്റ് എന്ന് എല്ലാവർക്കും സംശയം ഉണ്ടാവും അല്ലെ. എന്താണ് റിപ്പോ റേറ്റ് എന്ന് വെച്ചാല്? RBI എന്ത് ചെയ്യുന്നു? കൊമേഴ്സ്യൽ ബാങ്ക്സിന്റെ കയ്യില് പൈസ ഇല്ലാത്ത സമയത്ത് കൊമേഴ്സ്യൽ ബാങ്ക്സിന് RBI എന്ത് ചെയ്യുന്നു? പൈസ കടം കൊടുക്കുന്നു അല്ലെ. അതിന്റെ ആ ഒരു നിരക്കാണ്, ഈടിന്റെ അടിസ്ഥാനത്തിൽ RBI കൊമേഴ്സ്യൽ ബാങ്ക്സിന് പണം കടം കൊടുക്കുന്നു. അതിന്റെ ആ ഒരു നിരക്കാണ്, ആ ഒരു പലിശ നിരക്കാണ് എന്ത് പറയുന്നത്? റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കൊമേഴ്സ്യൽ ബാങ്ക്സിന്റെ കയ്യിൽ പൈസ ഇല്ലാത്ത സമയത്ത് RBI എന്ത് ചെയ്യുന്നു? RBI കൊമേഴ്സ്യൽ ബാങ്ക്സിന് പൈസ കടം കൊടുക്കുന്നു. ഈടിന്റെ അടിസ്ഥാനത്തിലാണ് RBI പൈസ കടം കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു പലിശ റേറ്റ്, ആ ഒരു റേറ്റിനെ പറയുന്ന പേരാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ റിവേഴ്സ് റിപ്പോ എന്ന് വെച്ചാൽ എന്താണ്? റിവേഴ്സ് റിപ്പോ എന്ന് വെച്ചാൽ ഈ കൊമേഴ്സ്യൽ ബാങ്ക്സ് എന്ന് വെച്ചാൽ ഈ പണപ്പെരുപ്പത്തിന്റെ സമയത്ത് RBI എന്ത് ചെയ്യുന്നു? പണപ്പെരുപ്പത്തിന്റെ സമയത്ത് കൊമേഴ്സ്യൽ ബാങ്ക്സിൽ നിന്ന് ആര് പൈസ കടം വാങ്ങിക്കുന്നു? RBI പൈസ കടം വാങ്ങിക്കുന്നു. അതിന്റെ ആ ഒരു നിരക്കിനെയാണ് റിവേഴ്സ് റിപ്പോ. അപ്പൊ റിപ്പോ എന്ന് വെച്ചാൽ RBIയുടെ കയ്യിൽ നിന്ന് കൊമേഴ്സ്യൽ ബാങ്ക്സ് പണം കടം വാങ്ങിക്കുന്നു, ആ ഒരു പലിശ റേറ്റ് ആണ് റിപ്പോ എങ്കിൽ കൊമേഴ്സ്യൽ ബാങ്ക്സിന്റെ കയ്യിൽ നിന്ന് RBI കടം വാങ്ങിക്കുന്നു, അതിന്റെ ഒരു പലിശ റേറ്റ് ആണ് റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മുടെ സിവിലൈസേഷൻ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അപ്പൊ എന്താണ്? മോഹൻജദാരോ എന്ന ഹാരപ്പൻ നാഗരികതയിലെ നഗരം ഇന്ന് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്നത്? നമുക്കറിയാം നമ്മുടെ പാകിസ്ഥാനിലാണ് അല്ലെ. പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിലെ ലാർഖാന ജില്ലയിലാണ് മോഹൻജദാരോ. അപ്പൊ മോഹൻജദാരോ എന്ന ഹാരപ്പൻ നാഗരികതയിലെ നഗരം ഇന്ന് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ പാകിസ്ഥാനിലാണ്. പാകിസ്ഥാനിൽ എവിടെയാണ്? പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിലെ ലാർഖാന ജില്ലയിലാണ് മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്നത്.
അപ്പൊ നമുക്കറിയാം നമ്മുടെ സിന്ധു നദീതട സംസ്കാരത്തെ അല്ലെ, സിന്ധു നദിയുടെ സംസ്കാരത്തിലാണ് ഏതൊക്കെ വരുന്നത്, ഈ ഹാരപ്പയും മോഹൻജദാരോ ഒക്കെ വരുന്നത് അല്ലെ. അപ്പൊ സിന്ധു നദി സംസ്കാരത്തിന്റെ മറ്റൊരു പേര് ഏത് പേരാണ്? ഹാരപ്പൻ സംസ്കാരം. ഹാരപ്പൻ സംസ്കാരം എന്നറിയപ്പെടുന്ന ഏതാണ്? സിന്ധു നദീതട സംസ്കാരമാണ്. എന്തുകൊണ്ടാണ് ഈ സിന്ധു നദീതട സംസ്കാരത്തിന് ഹാരപ്പൻ സംസ്കാരം എന്ന പേര് വന്നത്? ആദ്യമായിട്ട് സിന്ധു നദി സംസ്കാരത്തിൽ ആദ്യമായിട്ട് ഖനനം ചെയ്ത സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ ഏത് സ്ഥലമാണ്? ഹാരപ്പയാണ് അല്ലെ. അതുകൊണ്ടാണ് ഹാരപ്പ എവിടെയാണ്? രവി നദിക്കരയിലാണ് ഹാരപ്പ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഈ മോഹൻജദാരോ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മരിച്ചവരുടെ കുന്ന് ആണ് അല്ലെ. മോഹൻജദാരോ എന്ന് വെച്ചാൽ എന്താണ്? മരിച്ചവരുടെ കുന്ന്. അതുപോലെ നമുക്കറിയാം കാലിബംഗൻ. കാലിബംഗൻ ഒരു ഹാരപ്പൻ സൈറ്റ് ആണ് അല്ലെ. സിന്ധുനാട് സംസ്കാരത്തിലെ ഒരു കേന്ദ്രമായിരുന്നു നമ്മുടെ കാലിബംഗൻ. കാലിബംഗൻ എന്ന് വെച്ചാൽ എന്താണ്? കാലിബംഗൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കാലിബംഗൻ കറുത്ത വളകൾ എന്നാണ് അല്ലെ. കാലിബംഗൻ എന്ന് വെച്ചാൽ എന്താണ്? കറുത്ത വളകൾ. അതുപോലെ മോഹൻജദാരോയിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടിയത്? നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ വെങ്കല പ്രതിമയൊക്കെ നമുക്ക് ലഭിച്ചത് എവിടെ നിന്നാണ്? മോഹൻജദാരോയിൽ നിന്നാണ് അല്ലെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മെസപ്പൊട്ടോമിയൻ നാഗരികതയുടെ തുടക്കക്കാർ അന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? മെസപ്പൊട്ടോമിയ. മെസപ്പൊട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മെസപ്പൊട്ടോമിയ എന്ന് വെച്ചാൽ രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശമാണ് അല്ലെ. രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം. രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം ഏതൊക്കെയാണ്? രണ്ട് നദികൾ യൂഫ്രട്ടീസ്, ടൈഗ്രീസ് ആണ് അല്ലെ. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലുള്ള പ്രദേശമാണ് ഏതാണ്? നമ്മുടെ മെസപ്പൊട്ടോമിയ. മെസപ്പൊട്ടോമിയ ഏതൊക്കെയാണ്? യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾക്കിടയിലാണ്. രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം എന്നറിയപ്പെടുന്നത് മെസപ്പൊട്ടോമിയ ആണ്. അതുപോലെ തന്നെ മെസപ്പൊട്ടോമിയൻ നാഗരികതയുടെ തുടക്കക്കാർ എന്നറിയപ്പെടുന്ന ആരെയാണ്? സുമേറിയക്കാരെയാണ് അല്ലെ. സുമേരിക്ക. അതുപോലെ ഇവരുടെ ലിപി ഏതാ? മെസപ്പൊട്ടോമിയക്കാരുടെ ലിപി ഏത് ലിപിയാണ്? നമുക്കറിയാം മെസപ്പൊട്ടോമിയക്കാരുടെ ലിപി ഏതാണ്? ക്യൂണിഫോം ലിപിയാണ് അല്ലെ. മെസപ്പൊട്ടോമിയക്കാരുടെ ലിപിയാണ് ക്യൂണിഫോം ലിപിയാണ്. ഓക്കെ, യൂണിഫോം ലിപിയാണ്. അതുപോലെ ഈജിപ്ഷ്യൻ സംസ്കാരം പറയുമ്പോൾ ഏത് നദിയുടെ തീരത്താണ് ഈജിപ്ഷ്യൻ സംസ്കാരം നിലനിന്നിരുന്നത്? നൈൽ നദി തീരത്താണ് അല്ലെ. നൈൽ നദിയുടെ തീരത്താണ് ഈജിപ്റ്റ്. അപ്പോ നൈലിന്റെ ദാനം എന്നറിയപ്പെടുന്ന എവിടെയാണ്? നൈലിന്റെ ദാനം എന്നറിയപ്പെടുന്നത് ഈജിപ്തിനെയാണ് അല്ലെ. നൈലിന്റെ ദാനം ഏതാണ്? ഈജിപ്റ്റ് ആണ് നൈലിന്റെ ദാനം എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ മെസപ്പൊട്ടോമിയ ക്യൂണിഫോം ലിപിയാണ്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ ലിപി ഏതാ? ഏത് ലിപിയാണ്? ഹൈറോഗ്ലിഫിക്സ് ലിപിയാണ് അല്ലെ. ഏത് ലിപിയാണ്? ഹൈറോഗ്ലിഫിക്സ്. ഈ ക്യൂണിഫോം ലിപി ആപ്പിന്റെ ആകൃതിയിലാണ് അല്ലെ. ആപ്പ് എന്നാക്ക. അതുപോലെ ഹൈറോഗ്ലിഫിക്സിന്റെ എന്താണ്? ഹൈറോഗ്ലിഫിക്സ് ലിപിയുടെ അർത്ഥം എന്താണ് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. ഹൈറോഗ്ലിഫിക്സ് ലിപി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ഇത് ഏതാണ്? മെസപ്പൊട്ടോമിയൻ നാഗരികതയുടെ തുടക്കക്കാർ എന്നറിയപ്പെടുന്നത് സുമേറിയക്കാരാണ്. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ UP എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്നൊക്കെ അറിയാൻ വയ്യാതിരിക്കുന്നവരാണെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക? നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കർ എല്ലാ HSCക്കും വേണ്ടി പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പഠിച്ചതിന്റെ ഒരു ഫ്ലോ കളയാതെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? പുതിയൊരു പഠിത്തത്തിന് വേണ്ടി ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഓൾറെഡി നമ്മുടെ സിലബസ് നമ്മുടെ പഴയ സിലബസ് ആണല്ലോ അല്ലെ. പുതിയ സിലബസ് ഒക്കെ വരണമെങ്കിൽ ആ ഒരു നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നത് ആ ഒരു ടൈമിലാണ് പുതിയ സിലബസ് ഒക്കെ വരുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? വലിയ വ്യത്യാസമൊന്നും ഈ സിലബസിൽ വരാൻ പോകുന്നില്ല നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ സോഷ്യൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ അല്ലെ. അപ്പൊ അതിലെല്ലാം ഉണ്ട് ആ സിലബസിൽ. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി നമ്മുടെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത് കാണാവുന്ന രീതിയിൽ നമ്മുടെ ക്ലാസ്സുകളെല്ലാം റെക്കോർഡായിട്ട് ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ടൊക്കെ തോന്നും അല്ലേ. അപ്പോൾ ഈ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ആരെ സമീപിക്കാം? നിങ്ങൾക്കൊരു മെന്റർ ഉണ്ടാവും. അപ്പോൾ ആ ഒരു മെന്ററെ സമീപിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ ക്ലാസ്സിന്റെ എല്ലാം PDF നോട്ട്സ് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇതിനൊക്കെ പുറമേ നിങ്ങൾക്ക് എന്താ എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ പിന്നെ അതുപോലെ തന്നെ നമുക്ക് PSCയുടെ ആ ഒരു എക്സാം പാറ്റേൺ ഒക്കെ മാറി വരുവാണ്. അപ്പൊ അതിനുവേണ്ടി നിങ്ങളെ കൊണ്ട് കൂടുതൽ എക്സാമുകളൊക്കെ നമ്മൾ എഴുതി നോക്കിക്കും. കാരണം ആ ഒരു എക്സാം സ്പീഡ് കിട്ടാനും പരീക്ഷ ഹാളിൽ സ്പീഡ് കിട്ടാനും ആ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾ പകച്ചു പോകാതിരിക്കാൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഇംഗ്ലീഷ് ഉണ്ട്, മാത്സ് ഉണ്ട്, സോഷ്യൽ സയൻസ് ഉണ്ട്, ഹിന്ദി ഉണ്ട്, മലയാളം ഉണ്ട്, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പൊ പുതിയ ബാച്ച് പുതിയ ബാച്ചിൽ സോഷ്യൽ സയൻസിന്റെ ആണെങ്കിലും ഏത് ബാച്ചിലാണെങ്കിലും നിങ്ങൾ എല്ലാവരും HSCയുടെ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ
ഫ്രണ്ട്സിന് നമ്മുടെ കോഴ്സ് സജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 8589083568 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഒന്നുകൂടി പറയാം, 8589083568 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലക്ഷ്യം വെച്ച് വളർച്ചാ നിരക്കിനേക്കാൾ ഉയർന്ന സാമ്പത്തിക വളർച്ച നേടിയ പഞ്ചവത്സര പദ്ധതി ഏത്? ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്കിനേക്കാൾ ഉയർന്ന സാമ്പത്തിക വളർച്ച നേടിയ പഞ്ചവത്സര പദ്ധതി ഏത് പഞ്ചവത്സര പദ്ധതിയാണ്? ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്കിനേക്കാൾ. കുറെ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ എക്കണോമിക്സ് ഒക്കെ പഠിക്കുന്നതുകൊണ്ട് നമുക്ക് ഇത് കമ്പൽസറി ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന എനിക്കറിയാം. ഞാൻ എന്തായാലും ഇതിന്റെ ആൻസർ പറയുന്നില്ല. നിങ്ങൾ ഇതിന്റെ ആൻസർ എനിക്കൊന്ന് കമന്റ് ചെയ്തിട്ടാൽ മതി. ഓക്കെ, ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്കറിയാം അല്ലെ? അപ്പൊ പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ലോകത്ത് ആദ്യമായിട്ട് നടപ്പിലാക്കിയ രാജ്യം ഏതാണ്? USSR ആണ് അല്ലെ? ഏത് രാജ്യമാണ്? USSR ആണ്. ആരാണ് പഞ്ചവത്സര പദ്ധതി ആദ്യമായിട്ട് നടപ്പിലാക്കിയ ഭരണാധികാരി? ആരാണ്? ജോസഫ് സ്റ്റാലിൻ ആണ് അല്ലെ? ആരാണ്? ജോസഫ് സ്റ്റാലിൻ. ഓക്കെ, അപ്പോ നമ്മുടെ ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ ആരാ? ആ സമയത്ത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? നമ്മുടെ നെഹ്റു ആണ് അല്ലെ? ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, ഏത് വർഷമാണ് നമ്മൾ പഞ്ചവത്സര പദ്ധതി സ്റ്റാർട്ട് ചെയ്തത്? ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951 ഓക്കെ, അപ്പൊ ഈ ലക്ഷ്യം വെച്ച് വളർച്ചാ നിരക്കിനേക്കാൾ ഉയർന്ന സാമ്പത്തിക വളർച്ച നേടിയ പഞ്ചവത്സര പദ്ധതി ഏതാന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന എനിക്കറിയാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നിർവാത മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേര്. നിർവാത മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേര് ഏത് പേരാണ്? നിർവാത മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഇന്റർ ട്രോപ്പിക്കൽ കോൺവെർജൻസ് സോൺ അല്ലെ? ഏതാണ് നിർവാത മേഖല എന്ന് അറിയപ്പെടുന്നത്? നിർവാത മേഖല എന്ന് വെച്ചാൽ കാറ്റില്ലാത്ത മേഖല എന്നറിയപ്പെടും അല്ലെ? കാറ്റില്ലാത്ത മേഖല. അപ്പൊ നമ്മുടെ മർദ്ദ മേഖലകൾ ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്കറിയാം അല്ലെ? എല്ലാ എക്സാമുകൾക്കും, PSC എക്സാമുകൾക്ക്, നമ്മുടെ എക്സാമുകൾക്കാണെങ്കിലും എന്താണ് മർദ്ദ മേഖലയിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻ ഉണ്ടാവും. മർദ്ദ മേഖല നമ്മുടെ സ്കൂൾ ടെസ്റ്റിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? കാറ്റില്ലാത്ത മേഖല എന്നറിയപ്പെടുന്ന മേഖലയാണ് നമ്മുടെ ഇന്റർ ട്രോപ്പിക്കൽ കോൺവെർജൻസ് സോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതും നമ്മുടെ ഇത്രയാണ് നമ്മുടെ ഞാൻ എടുത്തിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ഒരു ക്ലാസ് എല്ലാവരും കാണുക. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് ഒത്തിരി വ്യത്യാസം ഉണ്ടാവും നമുക്ക് ഇനി വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ. കാരണം നമുക്ക് കുറെ വർഷമായി അല്ലെ, കുറെ നാളായി, ഒത്തിരി ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാം വളരെ ഡീപ്പായിട്ട് സ്കൂൾ ടെസ്റ്റ് ആണെങ്കിലും മസ്റ്റ് ആയിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക. നന്നായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ, സ്കൂൾ ടെസ്റ്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ എക്സാമുകൾക്കെല്ലാം. പ്ലസ് ഇപ്പൊ നോർമലി സ്കൂൾ ടെസ്റ്റ് +1 +2 അങ്ങനെ പോകും അല്ലെ? ഇപ്പൊ എല്ലാ നോർമൽ LDCക്ക് വരെ +1 +2 എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മുടെ കാര്യം പറയാനുണ്ടോ? അപ്പൊ എല്ലാവരും വളരെ നല്ല രീതിയിൽ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. എല്ലാവർക്കും നല്ല രീതിയിൽ പഠിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ വീണ്ടും വേറെ ക്ലാസ്സുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.